Calculation of new profit sharing ratio and sacrificing ratio. A and B are partners sharing profits and losses in the ratio of 3:1. C is admitted in the firm with 1/8 share in the profit, which he acquires 1/32 from A and 3/32 from B. Calculate the new profit sharing ratio and sacrificing ratio. ഇവിടെ എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ദെൻ അവർ സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സിക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 1/8 ഷെയറാണ്. ഈ 1/8 സിക്ക് കിട്ടുന്നത് 1/32 ഫ്രം എ ആൻഡ് 3/32 ഫ്രം ബി. 1/8 കിട്ടുന്നത് 1/32 എയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടും അതേപോലെ 3/32 ബിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ഷെയർ ലഭിക്കുന്നത്. അപ്പം എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്ണറുടെ ഷെയറിൽ നിന്നും എത്രയാണോ ഇൻകമിങ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത് ആ ഷെയർ കഴിഞ്ഞതിന് ശേഷമുള്ള റേഷ്യോയാണ് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എയുടെ ഓൾഡ് റേഷ്യോ നമുക്കറിയാം. എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരുന്നു എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ. അപ്പോൾ എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/4 ആണ്. എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എത്രയാണോ സിക്ക് കൊടുക്കുന്നത് നമുക്കറിയാം 1/32 ഫ്രം എ ആൻഡ് 3/32 ഫ്രം ബി ആണ്. അപ്പോൾ എ സിക്ക് കൊടുക്കുന്നത് 1/32 എന്ന ഷെയറാണ്. അപ്പോൾ സിക്ക് കൊടുക്കുന്ന ഷെയർ 1/32 ആണ്. അപ്പോൾ ഈ 1/32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ റേഷ്യോ നമുക്ക് ലഭിക്കും. 3/4 മൈനസ് 1/32 എത്രയാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ടിനെയും നമ്മൾ ഈ ഒരു ഡിനോമിനേറ്ററിന് തുല്യമാക്കുന്നതിന് വേണ്ടി ഇതിനെ നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ രണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3/4നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 24/32 മൈനസ് 1/32. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 23/32 ആണ് നമുക്കിവിടെ എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി ബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബിയുടെ റേഷ്യോ ഓൾഡ് റേഷ്യോ നമുക്കറിയാം 1/4 ആണ് ബിയുടെ ഓൾഡ് റേഷ്യോ. അതിൽ നിന്നും സിക്ക് കൊടുക്കുന്നത് 3/32 ആണ്. 3/32 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. അതിനുവേണ്ടി ഇവിടെ രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്നത് 8/32 ആണ്. 8/32 മൈനസ് സി കൊടുക്കുന്ന ഷെയർ 3/32. അപ്പോൾ ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ 5/32 ആണ്. അപ്പോൾ എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5/32 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നാളുടെയും എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ നമുക്ക് നോക്കാം. 23/32 = 5/32 സിയുടെ ഷെയർ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. 1/8 ഷെയറാണ് സിക്ക് കിട്ടുന്നത്. അപ്പോൾ 1/8 ഇവിടെ നമ്മൾ 32ലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ റേഷ്യോ എഴുതിയിട്ടുള്ളത്. 32 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 5/32 ആണ് ബിയുടെ റേഷ്യോ.
അപ്പോൾ നമുക്ക് 1/8 എന്ന് പറയുമ്പോൾ 1/8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഇതേ റേഷ്യോയിലൂടെ ഇങ്ങനെ ഇതേപോലെ എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 32 ആക്കാൻ വേണ്ടിയുള്ള 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ റേഷ്യോയിലേക്ക് നമുക്കിതിനെ മാറ്റാം. ഇതിൻ്റെ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല, എമൗണ്ട് മാത്രം മാറും എന്നേ ഉള്ളൂ. അപ്പോൾ 4/32. ഇപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 23:5:4 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ നമുക്കറിയാം 23:5:4 എയുടെയും ബിയുടെയും സിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ഓൾഡ് ഷെയർ അല്ലെങ്കിൽ ഓൾഡ് പാർട്ണറുടെ ഓൾഡ് ഷെയറിൽ നിന്നും എത്രയാണോ ഇൻകമിങ് പാർട്ണർ കൊടുക്കുന്നത് ആ ഷെയർ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 23:5:4 ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് നോക്കാം. ന്യൂ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട് 23:5:4 ആണ്. ഇനി നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഓൾഡ് റേഷ്യോയിൽ നിന്നും ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും എന്നുള്ളതാണ്. എയുടെയും ബിയുടെയും ആണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും ആണ് എന്ത് ചെയ്യുന്നത്, സിക്ക് ഷെയർ നൽകുന്നത്. അപ്പോൾ എക്കും ബിക്കും ആണ് ഇവിടെ സാക്രിഫൈസ് സംഭവിക്കുന്നത്. അപ്പോൾ എയുടെ ഓൾഡ് റേഷ്യോ എന്തായിരുന്നോ ആ ഓൾഡ് റേഷ്യോയിൽ നിന്നും സിക്ക് എയുടെ ന്യൂ റേഷ്യോ എന്താണോ ആ ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എയുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. അപ്പോൾ എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം 3/4 ആയിരുന്നു. എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ ഈ 3/4 നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എയുടെ ന്യൂ റേഷ്യോ ആയിട്ടുള്ള ഇത് എയുടെ ന്യൂ റേഷ്യോ ആണ്. 23/32 23/32. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്ററേയും ന്യൂമറേറ്ററേയും ഇത് ഒരേ ഡിനോമിനേറ്ററാക്കി മാറ്റുക. അതിനുവേണ്ടി ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും എന്ത് ചെയ്യുക, ഒരേ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 32 ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 32 കിട്ടും. അതേപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 24 നമുക്ക് കിട്ടുന്ന സംഖ്യ 3 × 8 എന്ന് പറയുമ്പോൾ 24/32 മൈനസ് 23/32. അപ്പോൾ ഇവിടെ 24 നിന്ന് 23 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/32 ആണ്. 1/32 ആണ്. അപ്പോൾ എയുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1/32 ആണ്. ഇനി ബിയുടെ നോക്കാം. ബിയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം 1/4 ആയിരുന്നു. ഈ 1/4 നിന്നും ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5/32 ആണ്. 5/32. ഈ 5/32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 1/4നെ 32 എന്ന ഈ ഒരു ഡിനോമിനേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ലഭിക്കുന്നത് 8/32 മൈനസ് 5/32 ആണ്. അപ്പോൾ 8ൽ നിന്നും 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 3/32 ആണ്. 3/32. അപ്പോൾ ഇതാണ് ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരുന്ന കാര്യമാണ്. അതായത് നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓർമ്മിക്കുക, സാക്രിഫൈസിങ് റേഷ്യോ എയുടേത് 1/32ഉം ബിയുടേത് 3/32 ആണ്. അതായത് നമ്മൾ ചെയ്തത് എയുടെ ഓൾഡ് ഷെയറിൽ നിന്നും ന്യൂ ഷെയർ സിക്ക് കൊടുത്തതിന് ശേഷമുള്ള ഷെയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എയുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. അപ്പം ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 3/32 ആണ്. ബിയുടെ ഓൾഡ് ഷെയറിൽ നിന്നും ന്യൂ ഷെയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3/32 ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം.
ഇവിടെ എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയർ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സി അക്വയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയർ നമുക്ക് തന്നിട്ടുണ്ട്. സി അക്വയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയർ 1/32 ഫ്രം എ ആൻഡ് 3/32 ഫ്രം ബി ആണ്. അപ്പോൾ അതായത് എയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഷെയറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഷെയർ 1/32 ആണ്, ബിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഷെയർ 3/32 ആണ്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇൻകമിങ് പാർട്ട്ണർക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് അവരുടെ ഷെയർ കൈമാറ്റം ചെയ്യുന്നത്, അതിനെയാണ് നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.